നമസ്തേ. അമ്മ മറിയത്തിന്റെ നിഴൽ രൂപങ്ങൾ ഓരോന്നായി പഴയ നിയമത്തിൽ നിന്ന് അടർത്തിയെടുത്ത് കോർത്ത ഒരു മുത്തുമണി മാല പോലെയാണ് സുറിയാനി സഭയിലെ ചില പ്രാർത്ഥനകൾ. ദൈവമാതാവിന്റെ വാങ്ങിപ്പ് പെരുന്നാളിലെ ഒരു വരി നോക്കുക. ഗിദെയോന്യ രോമക്കെട്ടെ, നിനക്ക് ഭാഗ്യം, നിന്നിൽ കുളിർമഞ്ഞ് കാണപ്പെടുകയും അത് ലോകത്തിന്റെ ദാഹം ശമിപ്പിക്കുകയും ചെയ്തു. രോമക്കെട്ടിന്മേൽ പെയ്ത മഴ പോലെ അവൻ നിന്നിലിറങ്ങി വസിച്ചുവെന്നാണ് മംഗളവാർത്തയുടെ പ്രാർത്ഥനകളിൽ. ബുക്ക് ഓഫ് ജഡ്ജസ് 6-ാം അധ്യായത്തെ പുരസ്കരിച്ചാണ് ഈ വരികളെന്ന് നമുക്കറിയാം. 36-ാം വാക്യം മുതൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്: അപ്പോൾ ഗിദെയോൻ ദൈവത്തോട് ചോദിച്ചു, അങ്ങ് പറഞ്ഞതുപോലെ ഇസ്രായേലിനെ എന്റെ കയ്യാൽ അങ്ങ് വീണ്ടെടുക്കുമെങ്കിൽ ഇതാ, ആട്ടിൻ രോമം കൊണ്ടുള്ള ഒരു വസ്ത്രം ഞാൻ കളത്തിൽ വിരിക്കുന്നു. അതിന്മീതെ മാത്രം മഞ്ഞ് കാണപ്പെടുകയും കളം മുഴുവൻ ഉണങ്ങിയിരിക്കുകയും ചെയ്താൽ അങ്ങ് പറഞ്ഞതുപോലെ എന്റെ കൈകൊണ്ട് ഇസ്രായേലിനെ അങ്ങ് വീണ്ടെടുക്കുമെന്ന് ഞാൻ മനസ്സിലാക്കും. അങ്ങനെ തന്നെ സംഭവിച്ചു. ഓർത്തഡോക്സ് സ്റ്റഡി ബൈബിൾ നൽകുന്ന വ്യാഖ്യാനം നോക്കുക. ഗിദെയോൻ put out the fleece, asking God to send dew on the fleece only, not on the ground. Why? So Gideon would know it was God's intention to save Israel by my hand. Thus, there is meaning beyond the miracle itself. The dew is the Son of God. The fleece is Mary. The result is the incarnation, through which Israel and all men can be saved. ദൈവത്താൽ മാത്രം സാധ്യമായ മാനവരാശിയുടെ വിമോചനത്തിന്റെ പരോക്ഷ സൂചനയായിട്ടാണ് ഇതിനെ ഗണിക്കുക. ശരിക്കും ഈ അതിശയ കാഴ്ചയുടെ മുമ്പും പിമ്പുമുള്ള സംഭവങ്ങളെയും നാം ധ്യാനിക്കേണ്ടതുണ്ട്. കനാൻ എന്ന വാഗ്ദത്ത ഭൂമികയിലെ ദൈവജനവാസത്തിന്റെ പ്രാരംഭ നാളുകളുടെ വിശേഷം പങ്കുവച്ചാണ് ന്യായാധിപന്മാരുടെ പുസ്തകം തുടങ്ങുക. ഇസ്രായേലിനെ യുദ്ധം പഠിപ്പിക്കാൻ ദൈവം കനാനിൽ ചില ജനതകളെ ശേഷിപ്പിച്ചുവെന്നാണ് തിരുവെഴുത്തിലുള്ളത്. ഓരോരോ പോരാട്ടങ്ങൾ, ചെറുവിജയങ്ങൾ. എന്നാൽ ദൈവത്തിന് അനിഷ്ടമാകുന്ന വിധത്തിൽ വീണ്ടും ദുർമാർഗങ്ങളിലേക്ക് വഴുതിപ്പോകുന്ന ജനം. ദൈവമാകട്ടെ ഓരോ തവണയും ഓരോരുത്തരെയായി ഉയർത്തുന്നു. ഇടതുകയ്യൻ യേഹൂദിനും ന്യായാധിപയായ ദെബോറയ്ക്കും ശേഷമുള്ള കാലം നോക്കുക. ഇസ്രായേലിന്റെ തിന്മപ്രവൃത്തികളിൽ മുഷിഞ്ഞ് ദൈവം അവരെ 7 വർഷത്തേക്ക് മിദ്യാന്യരുടെ കൈവശം ഏൽപ്പിക്കുന്നു. അതിക്രൂര പീഡകൾക്കൊടുവിൽ ഇസ്രായേൽ വീണ്ടും ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് നിലവിളിക്കുന്നു. ഇത്തവണ ദൈവം ഉയർത്തിയത് അബിയേസർ വംശജനായ ഗിദെയോനെയാണ്. അയാളുടെ അനുസരണത്തെയും ധൈര്യത്തെയും പരീക്ഷിച്ചറിഞ്ഞ് ബോധ്യം വന്ന ദൈവം അവനെ വലിയ നിയോഗം ഭരമേൽപ്പിക്കുന്നു. മിദ്യാന്യ അടിമത്തത്തിൽ നിന്നും ദൈവജനത്തെ മോചിപ്പിക്കുവാനുള്ള ഭാരമേറിയ ഉത്തരവാദിത്തം. ഗിദെയോൻ സഹോദര ഗോത്രങ്ങളിൽ നിന്ന് ആളുകളെ കൂട്ടിച്ചേർക്കുന്നു. പോരാട്ടത്തിനിറങ്ങും മുമ്പാണ് അയാൾ രോമക്കെട്ടുമായി പരീക്ഷണത്തിനിറങ്ങുന്നത്. ആത്മവിശ്വാസം നേടിയ ഗിദെയോൻ ഏകദേശം 32,000 യോദ്ധാക്കളുടെ സംഘവുമായിട്ടാണ് യുദ്ധത്തിനിറങ്ങുക. എന്നാൽ ഇവിടെ ഒരു കൗതുകമുണ്ട്. ദൈവം ഈ വൻ സൈന്യത്തെ 2 തവണയായി ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നു. അതിന്റെ കാരണം ഗിദെയോനോട് ദൈവം പങ്കുവെക്കുന്നുമുണ്ട്. നിങ്ങളുടെ സംഖ്യ അധികമായതിനാൽ മിദ്യാൻകാരെ ഞാൻ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നില്ല. സ്വന്തം കൈകൊണ്ട് തന്നെ രക്ഷപ്രാപിച്ചുവെന്ന് ഇസ്രായേൽ എന്റെ നേരെ നോക്കി വീമ്പ് പറഞ്ഞേക്കും എന്നാണ് ദൈവം പറയുന്നത്. എന്റെ ബുദ്ധിയും എന്റെ ശക്തിയും എന്റെ സൗഖ്യവും എന്റെ സമ്പത്തും നീ എനിക്ക് തന്നതൊക്കെയും എന്നുച്ചത്തിൽ പാടുമെങ്കിലും
അത് സ്വന്തം ജീവിതാനുഭവമാകുന്നതിൽ പരാജയപ്പെടുന്ന നമ്മുടെ വങ്കത്തരങ്ങൾക്കും ഒരു താക്കീതാണ് ഈ തിരുവെഴുത്ത്. ഭയമുള്ളവരെ വീട്ടിൽ പറഞ്ഞുവിട്ടും വെള്ളം കുടിച്ച വിധം നോക്കി ഒരു എലിമിനേഷൻ നടത്തിയുമൊക്കെ ആ വലിയ സംഘം കേവലം 300 പേരായി ചുരുക്കിയെടുക്കുന്നു. എന്നാൽ ആ ചെറിയ കൂട്ടം ആ രാത്രിയിൽ ശത്രുക്കളെ കീഴ്പ്പെടുത്തി. ശരിക്കും എന്തെല്ലാം പാഠങ്ങൾ ഈ സംഭവം പകരുന്നുണ്ട്. ജീവിതത്തിലെ ഓരോ പരീക്ഷയും സാത്താനോടുള്ള പോരാട്ടത്തിന്റെ പരിശീലന കളരികളാണ്. വ്യക്തിപരമായും സമുദായപരമായും ഇകഴ്ത്തലുകൾ ഉണ്ടാകുമ്പോൾ നിരാശിതരാവരുത്. സ്വയത്തിൽ ആശ്രയിക്കരുത്. അതുപോലെ തന്നെ തന്റെ സംഘബലത്തിലും ആശ്രയം വെക്കരുത്. പിന്നെയോ പരിപൂർണ ദൈവാശ്രയമാണ് ഉണ്ടാകേണ്ടത്. വമ്പ് പറച്ചിലല്ല വേണ്ടത്, സത്യത്തെ അനുസരിക്കുകയാണ് വേണ്ടത്. ആ നസറേത്തിലെ പെൺകുട്ടിയുടെ സമർപ്പണം പോലെ, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്നതിൽ പരം ഏതു വാക്കുണ്ട് സഖേ ദൈവത്തോട് പറയാൻ നമ്മുടെ കൈവശം? ആദരവോടെ സഖേർ.